എല്ലാവർക്കും നമസ്കാരം. ആസ്പയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ കുഞ്ഞുങ്ങൾ വളരെയധികം നല്ല സ്വഭാവത്തിലൂടെ വളരെ നല്ല മനുഷ്യരായി വളരാൻ എന്തൊക്കെ ചെയ്യണം, അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ. അതായത് കുഞ്ഞുങ്ങൾ ഒരിക്കലും ഉപദേശം കേട്ടല്ല വളരേണ്ടത്. കുഞ്ഞുങ്ങൾ അച്ഛനമ്മമാരുടെ ജീവിതം കണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സത്യസന്ധരും ദയാശീലരും മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറുന്ന മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളും അത് തന്നെ ശീലിക്കും. ഇനി അതുപോലെ തന്നെ വീട്ടിലെ മുതിർന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലേ, അവരോട് നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത് അത് കണ്ടിട്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളും വളരുക. അതായത് വീട്ടിലെ മുതിർന്നവരാകട്ടെ, വീട്ടിലെ ജോലിക്കാരാവട്ടെ, നിങ്ങളുടെ ഡ്രൈവർ ആകട്ടെ, പുറത്തുള്ള കടയിലെ ഒരു ജോലിക്കാരനാവട്ടെ, അവരോടൊക്കെ നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളും ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും സംസാരിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കണം. എങ്കിൽ മാത്രമേ അങ്ങനത്തെ കുട്ടികളെയാണ് മറ്റുള്ളവരും ഇഷ്ടപ്പെടുള്ളൂ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കുഞ്ഞിന് നൽകുക. അത് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. അതായത് സ്വന്തം ബുക്സ് ഒതുക്കി വയ്ക്കുക, അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സ് യൂണിഫോം മാറ്റി അത് വാഷ് ചെയ്യാൻ സ്ഥിരമായ ഒരു സ്ഥലത്ത് വെക്കാൻ പറയുക. ബാഗിൽ നിന്ന് ലഞ്ച് ബോക്സ് എടുത്ത് കിച്ചണിലെ സിങ്കിൽ കൊണ്ടുവയ്ക്കാൻ പറയുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരെ ശീലിപ്പിക്കാനായിട്ട് സാധിക്കും. ചെടികൾ നനയ്ക്കാൻ പറയാം. ചെറിയ ചെറിയ കാര്യങ്ങൾ അച്ഛനമ്മമാരെയോ വീട്ടിൽ മുതിർന്നവരെയോ സഹായിക്കാനായിട്ട് നമുക്ക് ശീലിപ്പിക്കാം. ഇതിൽ കൂടെയെല്ലാം കുഞ്ഞുങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അവർ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ അവർ പഠിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നമ്മൾ ആരെയാണ് കണ്ടുമുട്ടുന്നത് അവരെ വിഷ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ ശീലിപ്പിക്കണം. ഇപ്പോൾ സ്കൂളുകളിൽ പൊതുവേ ഉണ്ട്, ക്ലാസ്സിലെ ടീച്ചർ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഗുഡ് മോർണിംഗ് പറയും. അതുപോലെ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങൾ മുതിർന്നവരെയോ അല്ലെങ്കിൽ ഒപ്പമുള്ളവരെയോ ആരെ കണ്ടു കഴിഞ്ഞാലും അതാത് സമയം അനുസരിച്ച് അവരെ വിഷ് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം. ഗുഡ് മോർണിംഗ് പറയിപ്പിക്കാം, ഈവനിങ് ആണെങ്കിൽ ഗുഡ് ഈവനിങ് പറയിപ്പിക്കാം. ഇതൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ നല്ല മാറ്റമുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾ ഉറങ്ങാനായിട്ട് പോകുന്ന സമയത്ത് പരസ്പരം ഗുഡ് നൈറ്റ് പറയൂ. കുഞ്ഞുങ്ങൾക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് അവരോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറക്കാൻ കിടത്തു. അപ്പോൾ അതൊക്കെ കുഞ്ഞുങ്ങളിൽ വളരെയധികം ആത്മവിശ്വാസവും വളരെയധികം സന്തോഷവും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങളിൽ ഡിസിപ്ലിൻ ഇല്ല. സ്കൂളിൽ ടീച്ചേഴ്സും പറയും ഡിസിപ്ലിൻ ഇല്ല. ഈ ഡിസിപ്ലിൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുതിർന്നവരെ കണ്ടാൽ പിന്നെ ബഹുമാനിക്കുക എന്നത് മാത്രമല്ല. അതായത് അച്ചടക്കം എന്നാണ് ശരിക്കും ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഈ അച്ചടക്കം എന്ന് പറയുന്നത് മാതാപിതാക്കളും എല്ലാ കാര്യത്തിലും ശീലിക്കണം. അപ്പോൾ മക്കളും തനിയെ അത് ശീലിച്ചോളും. അതായത് ഇപ്പോൾ നമ്മളെല്ലാറ്റിലും പിന്നെ ഭക്ഷണത്തിൽ നമ്മൾ മിതത്വം പാലിക്കണം, അതൊരു ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ വസ്ത്രങ്ങളാണെങ്കിലും പഠനമാണെങ്കിലും എല്ലാറ്റിലും നമ്മൾ ഡിസിപ്ലിൻ പാലിക്കണം. അതായത് കുഞ്ഞുങ്ങളെ കൃത്യസമയത്ത് രാവിലെ എഴുന്നേൽക്കാനും, അതുപോലെ തന്നെ കൃത്യസമയത്ത് സ്കൂളിൽ പോകാനും, വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ചിട്ടയായിട്ടുള്ളൊരു പഠനശീലം കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുക. അതായത് സ്കൂളിൽ വിട്ട് വന്ന് അവരുടെ എല്ലാ ബാക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒരു 7 മണിയാകുമ്പോൾ 7:30 ആകുമ്പോൾ കുഞ്ഞുങ്ങളെ പഠിക്കാനിരുത്തുക. അന്നന്നത്തെ ഹോംവർക്സുകൾ സ്ഥിരമായി ചെയ്യാനും പിറ്റേ ദിവസത്തേക്ക് പഠിക്കാനുള്ളത് ഒരു വട്ടം വായിപ്പിക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കണം. അതേപോലെ തന്നെ കൃത്യസമയത്ത് കുഞ്ഞുങ്ങളെ ഉറങ്ങാനായിട്ട് വിടണം. അതുപോലെ തന്നെ രാവിലെ നേരത്തെ എഴുന്നേൽപ്പിക്കുകയും വേണം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നല്ല മനുഷ്യരാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് നമ്മളുടെ കുഞ്ഞുങ്ങൾ നാടിനും വീടിനും രാജ്യത്തിനും എല്ലാവർക്കും ബഹുമാനിക്കപ്പെടുന്ന, എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന നല്ല വ്യക്തികളായിട്ട് വളരട്ടെ. അതിനുവേണ്ടി നമുക്ക് കൂട്ടായി ശ്രമിക്കാം. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.